സങ്കീർത്തനം 34 അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ധന്യമായ നാമത്തെ നീ വാഴ്ത്തുവാൻ തയ്യാറായാൽ, നിൻ്റെ കഷ്ടതയിലും ശോധനയിലുമൊക്കെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ. ദാവീദ് കടന്നുപോയ കഷ്ടത ശോധനയൊക്കെ നമുക്കറിയാം. കർത്താവെന്നാൽ ദാവീദിനെ മാനിച്ചവൻ, കാട്ടിലെ ആട് മേച്ച് നടന്ന സ്ഥാനത്ത്, ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവായി ദൈവം അവനെ വാഴിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം, ഹല്ലേലൂയ, ദാവീദ് രാജാവിനെ തേടി വന്നതുപോലെ ഇന്ന് പൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്നവർ കർത്താവിനെ ഒന്ന് വാഴ്ത്തുവാൻ, ഹല്ലേലൂയ, കർത്താവിനോടൊന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി. നമുക്ക് എന്തിനെല്ലാം സമയമുണ്ടല്ലേ, എന്തിനെല്ലാം നമ്മൾ സമയം കളയുന്നുണ്ട്. നിങ്ങളെ ഇന്ന് പൽക്കാലം ദൈവത്തെങ്കിലേക്കൊന്ന് തിരിയാൻ തയ്യാറായാൽ, ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, എല്ലാ കാലത്തും അവനെ സ്തുതിപ്പാൻ തയ്യാറായാൽ, ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളെ തേടിയെത്തും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങൾ എവിടെ ആയാലും സർവ്വശക്തനായ കരം അവിടെ എത്തും, സഹായിക്കും. ആമേൻ.